നമ്മുടെ കുറ്റിപ്പയർ പൂവിട്ട് തുടങ്ങി. അപ്പോൾ ഈ പൂവിട്ട് തുടങ്ങിയാൽ നമ്മൾ ചെയ്യേണ്ട വളം ഏതാണ് എന്നതിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവായ വളമാണ് ഇന്ന് ഞാൻ ഇതിന് ചെയ്യുന്നത്. ഇതിന് മുമ്പ് കൊടുത്ത വളങ്ങളെന്ന് പറയുന്നത് എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇങ്ങനെയുള്ള അല്പം ചാരവും ഇങ്ങനെയുള്ള വളങ്ങളാണ് ആദ്യം കൊടുത്തത്. അതിന് ശേഷമാണ് ഇത് പൂവിടാൻ തുടങ്ങിയത്. പൂവിടാൻ തുടങ്ങിയപ്പോൾ കണ്ടോ, പൂവിട്ടിരിക്കുന്നുണ്ടോ? പൂവിട്ടിട്ടുണ്ട്. പിന്നെ പൂവിൻ്റെ മൊട്ടുകൾ കുറച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് പൂവിട്ടിട്ടുണ്ട്. ഇത് ഇവിടെയൊക്കെ ഉണ്ട്, നിറയുണ്ട്, ഇത് അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിന് പറ്റിയ വളം എന്ന് പറയുന്നത് പൊട്ടാഷും കാൽഷ്യവും ചേർന്നതാണ്. പൊട്ടാഷ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. ജൈവ പൊട്ടാഷാണ് വേണ്ടത്. ജൈവ പൊട്ടാഷ് നമുക്കിത് കൊടുക്കേണ്ട വിധം, അത് എത്ര അളവിൽ കൊടുക്കണം, എന്തെല്ലാം സാധനമാണ് കൊടുക്കുന്നത്, ഇതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ കുറ്റിപ്പയർ തിരഞ്ഞെടുക്കാൻ തയ്യാറാവുക. കാരണം കുറ്റിപ്പയർ എന്ന് പറയുമ്പോൾ അധികം പടർന്നു പോകില്ല എങ്കിലും പഴയ കാലത്തെ കുറ്റിപ്പയറാണെങ്കിൽ ഒട്ടും മുകളിലേക്ക് കൊടി വീശി പോകില്ല, ഇതുപോലെ മുകളിലേക്ക് പോകില്ല. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന കുറ്റിപ്പയറൊക്കെ മുകളിലേക്ക് ഇതുകൊണ്ടോ ഒരുപാട് മുകളിലേക്ക് പടർന്നു കയറി പോകുന്നുണ്ട്. എന്നാലും ഇതധികം ഇനി മുകളിലേക്ക് പോകില്ല പടർന്നു കയറി. ഇതിന് നിറയെ ഇലകളുണ്ടാവും. അതാണ് ഏറ്റവും വലിയ സവിശേഷത കുറ്റിപ്പയറിന്. നമുക്ക് പഴയ കാലത്തൊക്കെ നമ്മളിതിൻ്റെ ഇല ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. കൂടുതൽ നൈട്രജൻ അടങ്ങിയ സാധനമാണ് ഇതിൻ്റെ ഇല, പയറിൻ്റെ ഇല. അപ്പോൾ പയറിൻ്റെ ഇല നമുക്ക് പരമാവധി ഇതിനെ യൂസ് ചെയ്യണം, പയറിൻ്റെ ഇല. അപ്പോൾ അതിന് വള്ളിപ്പയർ പറ്റില്ല, കുറ്റിപ്പയറേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുറ്റിപ്പയർ കൃഷി ചെയ്യാൻ പറയുന്നത്. എൻ്റെ പയറിന് ഇതുവരെ കീടബാധയൊന്നുമില്ല. കാരണം ഇങ്ങനെയല്ല സാധാരണ സ്ഥലങ്ങളിലൊക്കെ പയർ കാണുന്നത്. 3-4 ഇല ആകുമ്പോഴേക്കും ഈ ഉറുമ്പ് വന്ന് മുട്ടയിട്ട് കൂട് കൂട്ടി, അത് കഴിഞ്ഞ് പയർ പൂക്കുമ്പോഴേക്കും ചാഴിയുടെ ഉപദ്രവം വരും. അങ്ങനെ ഒരുപാട് കീടബാധകൾ വരുന്നൊരു സാധനമാണ് പയർ. അപ്പോൾ ഇതിനിതൊന്നും വന്നിട്ടില്ല. അത് വലിയൊരു ഇതാണ്. കാരണം അത് നമ്മുടെ ശ്രദ്ധയാണ്. തുടക്കം മുതലേ നമ്മൾ മാറി മാറി കീടനാശിനി അടിക്കുന്നുണ്ട്. ആദ്യം ഹൈഡ്രജൻ പെറോക്സൈഡ് അടിച്ചു, പിന്നെ വേപ്പെണ്ണ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാടി കീടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പുൽത്തൈലം ഡൈല്യൂട്ട് ചെയ്ത് അതും അടിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ, നിങ്ങൾക്കത് കാണാം ആ വീഡിയോ. പുൽത്തൈലം എന്ന് പറയുന്നത് കീടനാശിനിയല്ല, കീടങ്ങളെ കൊല്ലാനുള്ളതല്ല. കുറേ ദിവസത്തേക്ക് കീടങ്ങൾ ആ ഭാഗത്തേക്ക് വരില്ല. അത്ര ഗന്ധമാണ്, രൂക്ഷ ഗന്ധമാണ് ഈ പുൽത്തൈലത്തിന്. അതുകൊണ്ടാണ് ഈ പുൽത്തൈലം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇടുന്ന വളം ഏതാണെന്നൊന്ന് കാണിക്കുക, അതിലേക്ക് പോകാം. അതിലൊന്ന് ഉള്ളിത്തോല് പൊടിച്ചതാണ്. ഈ ഉള്ളിത്തോല് പൊടി നിറയെ പൊട്ടാഷാണ് ഇതിൽ കണ്ടൻറ്റ്, നിറയെ പൊട്ടാഷ് കണ്ടൻറ്റാണ്. മറ്റ് മൂലകങ്ങളുണ്ട്. അപ്പോൾ നമുക്കിത് ഇത്രയും എടുക്കാം, ഒരു പിടി മാത്രം എടുത്താൽ മതി. ഇത് ഒരു ചെടിക്കാണ് കേട്ടോ കൊടുക്കുന്നത്, ഒരു ചെടിക്കാണ് ഇത്രയും നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇത്രയും എടുത്താൽ മതി. ഇനിയുള്ളത് മുട്ടത്തോട് പൊടിയാണ്. മുട്ടത്തോട് പൊടി എന്ന് പറയുമ്പോൾ തന്നെ അത് കാൽഷ്യമാണ്, കാൽഷ്യത്തിൻ്റെ കലവറ തന്നെയാണ് മുട്ടത്തോട്. ഈ മുട്ടത്തോട് അതും ഇത് ഇത്രയും എടുത്താൽ മതി. ഒരു വലിയ സ്പൂണിൻ്റെ ഒരു സ്പൂണ്. ഇത് ഒരു ചെടിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഗ്രോ ബാഗിൽ 3 ചെടിയുണ്ട്. അതിൽ ആ 3 ചെടികളും കൂടിയ ഗ്രോ ബാഗിലേക്കാണ് ഇത് കൊടുക്കുന്നത് ഒരെണ്ണത്തിന്. ഇത് രണ്ടും ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. ആ വിവരം ഒന്ന് ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഞാനിതിൽ 4 പയർ വിത്താണ് നട്ടത്. 4 ചെറിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് 4 ഇതിൽ നിൽക്കില്ല. അപ്പോൾ അതിൽ മോശമായ ഒരെണ്ണം പറിച്ച് കളഞ്ഞിട്ട് ബാക്കി 3 നിർത്തിയിരിക്കുന്നത്. ആ 3 നമുക്ക് ഈ പൊടി, ആ 3 ഇത്രയും പൊടി മതിയാവും. ഇത് മാസത്തിൽ ഒരു തവണ നമ്മൾ ചെയ്യും. ഇതിൻ്റെ ലഭ്യത അനുസരിച്ച് മാസത്തിൽ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ചെയ്യാം. ബാക്കിയുള്ളത് ഈ ഭാഗത്ത് ഇട്ട് കൊടുക്കാം. ഈ മണ്ണ് അങ്ങോട്ട് തട്ടിയിട്ടിരുന്നാൽ മതി. ഇത്രയും ചെയ്താൽ മതി. ഇനി ഇത് പെട്ടെന്ന് പൂക്കളുണ്ടാവും, നിറയെ പൂക്കളുണ്ടാവും.
അപ്പം ഈ പൊട്ടാഷ് ഇട്ട് കഴിയുമ്പോൾ നിറയെ പൂക്കളുണ്ടായി കഴിയുമ്പോൾ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ പയറാവാൻ വേണ്ടി അല്ലെങ്കിൽ അച്ചിങ്ങ ആകാൻ വേണ്ടി നമ്മൾ ഈ കാൽഷ്യം അടങ്ങിയ മുട്ടത്തോടും കൂടെ കൊടുക്കുന്നു. ഇത് എല്ലാ ചെടികൾക്കും നല്ലതാണ്, പയറിന് മാത്രമല്ല. ഞാനിപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ ഇനി വൈകിട്ട് ചെയ്യണം. ഇത് അതിനുള്ള പൊടി അവിടെ വച്ചിരിക്കുന്നത്. ഈ പൊടി ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന മുട്ടത്തോട് ഉള്ളിത്തോലും കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ നിൽക്കുന്നത്. ഇതിനൊക്കെ കൊടുത്തതാണ്. ഇപ്പോൾ നിറയെ പൂക്കുന്നുണ്ട്, കണ്ടോ? ഇത് വഴുതനങ്ങ ഉണ്ടാകുന്നുണ്ട് നിറയെ. അതിലുമുണ്ട് വഴുതനങ്ങ. ഇനി അപ്പം നിൽപ്പുണ്ട്, അതിലൊക്കെ നിറയെ വഴുതനങ്ങയുണ്ട്. എല്ലാത്തിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിലേറെ മുളകിനും കൊടുക്കുന്നുണ്ട്. മുളകാണ് നിൽക്കുന്നത്, കണ്ടോ? ഒക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തുമാത്രം മുളകാണെന്ന് നോക്കി. എന്നാൽ ഈ മുളകിന് ഏതെങ്കിലും കേടുണ്ടോ? ഒരു കേടുമില്ല. വെള്ളീച്ചയുടെ ശല്യമില്ല, അല്ലെങ്കിൽ കുരുടിപ്പോ അങ്ങനെ ഒന്നുമില്ല. ഈ മഴക്കാലമാകുമ്പോൾ നമ്മൾ സാധാരണ വളം ചെയ്യുന്നത് പോലെയല്ല. ഇപ്പോൾ ഈ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുപ്പിച്ച് വളം ചെയ്യണം. നമ്മളൊരു മാസം 1/2 കിലോ ചാണകപ്പൊടി ഒരു ചെടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 1/4 കിലോ വീതമാക്കി 15 ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കണം. കാരണം വെള്ളം വീണ് ഈ വളമൊക്കെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മഴക്കാലത്ത് ഇടവിട്ട് കൂടുതൽ വളം കൊടുക്കണം. കൂടുതൽ വളം എന്ന് പറയുന്നത് കൂടുതൽ വളമല്ല, ഒരു മാസം കൊടുക്കുന്നത് പകുതിയാക്കി രണ്ടാഴ്ചയിലൊരിക്കലായിട്ട് കൊടുക്കുക. ഇതിപ്പോൾ 1/4 കിലോ പാക്കറ്റ് ഞാൻ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 1/4 കിലോ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാവും. ഇത് കുറവല്ലേ, കനം കുറവ്, വെയിറ്റ് കുറവായതുകൊണ്ട് 1/4 കിലോ എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ടാകും. അതുപോലെ ഇതും 1/4 കിലോയ്ക്ക് 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മുട്ടത്തോട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് കൊടുക്കേണ്ടത്. ഏറ്റവും നല്ലതാണ് ചെടികൾക്ക്. നിറയെ പൂക്കളുണ്ടാകും. അത് തന്നെയല്ല, എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. പൂക്കൾ ചിലപ്പോൾ ഉണ്ടാകും, പക്ഷേ അത് കായായിട്ട് മാറില്ല, അതിനു മുമ്പ് അത് കൊഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇത് ഉപയോഗിക്കുക, ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടുക. വാട്സാപ്പിലൂടെ മാത്രം ബന്ധപ്പെടണം, സാധാരണ കോൾ വിളിക്കരുത്. ഇതെല്ലാം വാട്സാപ്പിലൂടെയാണ് നടക്കുന്നത്. ഞാൻ വാട്സാപ്പ് നമ്പർ ഈ ടൈറ്റിലിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ വിളിച്ചിട്ട് ഒന്ന് ഹായ് അടിച്ചാൽ മതി, ബാക്കി ഞാൻ പറഞ്ഞു തരാം. അതുപോലെ പ്രധാനമാണ് നിങ്ങളിത് ഷെയർ ചെയ്യുക പരമാവധി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.